ഈ പറയുന്ന ബോധവൽക്കരണത്തിന് നമ്മൾ ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. നമുക്ക് ആ ബോധവൽക്കരണത്തിന്റെ റിസൾട്ട് എന്താണ് എന്നൊരു ഓഡിറ്റ് നമുക്ക് ആലോചനയിലുണ്ട്. എം പി രാജു ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ട്രിവാൻഡ്രത്ത് വന്നൊരു വാർത്ത, ഒരു ഊരമ്പ് സ്വദേശി ഒരു ബ്രൂസിൽ പിടിയിലായെന്നൊരു വാർത്ത വന്നായിരുന്നു. 175 കിലോ കഞ്ചാവ് പിടികൂടിയാണ്. ഇയാൾ 20 വർഷമായി അധ്യാപകനാണ്. ഇയാളുമായി വേറൊരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇയാളിലേക്ക് എത്തുകയും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നടക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ആരും അറിയാതെ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നതിലൊക്കെ ഏത് രീതിയിലാണ് ഒരു അന്വേഷണം സാധ്യമാവുക, ഏത് രീതിയിലാണ് ഒരു പരിശോധന സാധ്യമാവുക? ശ്രീ എം പി രാജേഷ്, നോക്കൂ, നമ്മുടെ ബോധവൽക്കരണ പരിപാടികളെല്ലാം ഫലപ്രദമാണെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അതില്ലായിരുന്നെങ്കിൽ, അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി നമ്മൾ ഓർക്കണം. അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. സമൂഹത്തിൽ ലഹരിയുണ്ട്, ലഹരിയോടുള്ള ആകർഷണം കൂടി വരുന്നുണ്ട്, അതുണ്ടാക്കുന്ന വിപത്തുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതുവരെ നടത്തിയതെല്ലാം പരാജയപ്പെട്ടു എന്നൊന്നും അടച്ചു പറയരുത്. അങ്ങനെയല്ല. ഇത്രയും എഫർട്ട് നമ്മൾ എടുത്തില്ലായിരുന്നെങ്കിൽ, ഇത്രയും പ്രതിരോധം നമ്മൾ തീർത്തില്ലായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി നോക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. 2024 ഇന്ത്യയിലേക്ക് വന്ന മയക്കുമരുന്നിൻ്റെ മൂല്യം കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഈ ഫെബ്രുവരി മാസത്തിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഒരു പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. സീറോ ടോളറൻസ് ടുവേഴ്സ് ഡ്രഗ്സ് എന്നും പറഞ്ഞിട്ട് അതിൽ ചൂണ്ടിക്കാണിക്കുകയാണ് 25,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് 2024 ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്തത് എന്ന്. ആ 2024 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലാണ് കേട്ടോ, 24,517 പേര്. പക്ഷേ 60 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇവിടുന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് രാജ്യമാകെ ഒരു വലിയ വിപത്തായിട്ട് നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ നിലയിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടേത് ഇവിടുത്തെ ലഹരി മരുന്നിൻ്റെ വ്യാപനം താരതമ്യേന കുറവാണ്. അത് ആശ്വസിക്കാൻ വകയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ ഇത്രയും വലിയ അധ്വാനവും ഇത്രയും വലിയ എഫർട്ടും എടുത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നോർക്കണം. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആളെ നമ്മൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇവിടെ എൻഫോഴ്സ്മെൻ്റ് അത്ര ശക്തമാണ്, അത്ര ഫലപ്രദമാണ്, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നൊക്കെയാണ് അതിനർത്ഥം. വേറൊരു കണക്ക് ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിരുന്നു. ഈ കേസ് വെറുതെ എടുക്കുക മാത്രമല്ല, പിടിക്കപ്പെട്ടവരിൽ 98.19% ശിക്ഷിക്കപ്പെട്ടു. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റ് കേരളത്തിലാണ്. പിടിക്കപ്പെട്ടവരിൽ ഏതാണ്ട് മുഴുവൻ ആളുകളും എന്നതുപോലെ തന്നെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. 35 വർഷം വരെ ശിക്ഷ വാങ്ങിക്കൊടുത്ത കേസ് നമുക്കുണ്ട്. എക്സൈസ് ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച ശേഷം നമ്മൾ സ്വീകരിച്ച, നേരത്തെ ഹാഷ്മിയാണല്ലോ ചോദിച്ചത്, എന്തെല്ലാം, വിജയകുമാറാണെന്ന് തോന്നുന്നു ചോദിച്ചത്, എന്തെല്ലാം പുതിയ മാർഗങ്ങൾ. പുതിയ ക്രൈംബ്രാഞ്ച് എക്സൈസിന് പുതുതായിട്ട് നമ്മൾ ആവിഷ്കരിച്ചതാണ്. കേസ് അന്വേഷണം കുറ്റമറ്റതാക്കാൻ വേണ്ടിയിട്ടാണ്. ഡേറ്റാ ബാങ്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥിരം ഹാബിച്വൽ ഒഫൻഡേഴ്സിൻ്റെ, മയക്കുമരുന്ന് ഒഫൻഡേഴ്സിൻ്റെ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 2023 10,736 സ്കൂൾ പരിസര പരിശോധനയാണ് നടത്തിയത്. 24 അത് 34,000 കൂടി. 34,000 സ്കൂൾ പരിസരത്ത് നമ്മൾ പരിശോധന നടത്തി. സ്കൂൾ പരിസരങ്ങളിൽ മഫ്തിയിൽ നിരീക്ഷണമുണ്ട്.